തപാൽ വോട്ട് തിരുത്തിയെന്ന വെളിപ്പെടുത്തലിൽ ജി സുധാകരനെതിരായ കേസിന്റെ പുരോഗതി അറിയിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം. വിവാദ പ്രസംഗത്തിൽ ആലപ്പുഴ സൗത്ത് പോലീസ് ജി സുധാകരനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇക്കാര്യം ആലപ്പുഴ ജില്ലാ കലക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ അറിയിച്ചിരുന്നു. നിഷ ദിലീപ് ചേരുന്നു. നിഷ, വിശദാംശങ്ങൾ. അന്നംബർ തപാൽ വോട്ട് തിരുത്തിയെന്ന ജി സുധാകരന്റെ വിവാദ വെളിപ്പെടുത്തലിൽ ജി സുധാകരനെതിരായ കേസിന്റെ അന്വേഷണ പുരോഗതി അറിയിക്കാനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. ഈ വിവാദ പ്രസംഗത്തിൽ ആലപ്പുഴ സൗത്ത് പോലീസ് ആലപ്പുഴ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ജി സുധാകരനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇക്കാര്യം ആലപ്പുഴ കളക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിവരം കൈമാറിയിരുന്നു. എന്തായാലും അമ്പലപ്പുഴ തഹസിൽദാർ കഴിഞ്ഞ ദിവസം ജി സുധാകരന്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിന്റെ റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കുകയും ചെയ്തു. തുടർന്നാണ് കളക്ടർ സൗത്ത് പോലീസിനോട് അന്വേഷിച്ച് വേണ്ട നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടത്. തുടർന്ന് സൗത്ത് പോലീസ് നടത്തിയ നിയമോപദേശം തേടി. അതിനെ തുടർന്നാണ് ഇന്നലെ ജി സുധാകരനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ഇനി ഈ കേസിൽ ജി സുധാകരന്റെ മൊഴി എടുക്കണം. ആ മൊഴി എടുക്കുന്നതിന് മുന്നോടിയായി ഉടൻ തന്നെ മൊഴി എടുക്കുമെന്നാണ് സൗത്ത് പോലീസ് അറിയിച്ചിട്ടുള്ളത്. മൊഴി എടുക്കുന്നതിന് മുന്നോടിയായി ജി സുധാകരൻ നടത്തിയ ഈ വിവാദ പ്രസംഗം, ഒപ്പം തന്നെ പിന്നീട് അദ്ദേഹം ഈ പ്രസംഗം താൻ അങ്ങനെ ഒരു ഉദ്ദേശത്തോടുകൂടി അല്ല പറഞ്ഞത് എന്നുള്ള രീതിയിൽ അദ്ദേഹം മറുകണ്ഠം ചാടിയിരുന്നു. ഈ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ കേൾക്കും. പിന്നീട് ഈ അന്ന് സ്ഥാനാർത്ഥിയായിരുന്ന ആളുടെ ഉൾപ്പെടെയുള്ള മൊഴികൾ ശേഖരിക്കാനുണ്ട്. പിന്നീട് അന്ന് ജി സുധാകരനൊപ്പം തന്നെ തപാൽ വോട്ട് തിരുത്തി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അന്ന് പാർട്ടി ഓഫീസിൽ വെച്ചാണ് തപാൽ വോട്ടുകൾ തിരുത്തിയത്. അന്ന് ആ സമയത്ത് ഒപ്പം ഉണ്ടായിരുന്ന ആളുകളിൽ നിന്നൊക്കെ തന്നെ വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് ആലപ്പുഴ സൗത്ത് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഈ മൊഴികളൊക്കെ രേഖപ്പെടുത്തിയതിനു ശേഷം നാളെ ആയിരിക്കും ഒരുപക്ഷെ ജി സുധാകരന്റെ മൊഴി സൗത്ത് പോലീസ് രേഖപ്പെടുത്തുക. ഇക്കാര്യത്തിൽ പോലീസും ഇപ്പോഴും നമ്മളോട് വ്യക്തമായ ഒരു മറുപടി പറയുന്നില്ല. ജി സുധാകരന്റെ മൊഴി അടുത്ത ദിവസം തന്നെ എടുക്കും എന്നുള്ള കാര്യം മാത്രമാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പോലീസിന്റെ അടക്കമുള്ള റിപ്പോർട്ടായിരിക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പാകെ സമർപ്പിക്കുന്നത്. അന്നമ്പ്യാർ, തപാൽ വോട്ട് തിരുത്തിയെന്ന വെളിപ്പെടുത്തലിൽ ജി സുധാകരനെതിരായ കേസിന്റെ പുരോഗതി അറിയിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം. ആലപ്പുഴയിൽ നിന്നും നിഷ ദിലീപാണ് വിശദവിവരങ്ങൾ നൽകിയത്.